നോർത്ത് ഈസ്റ്റിലെ വിശേഷങ്ങളുമായി ജോസ് wanderlust ഒഡീസി. മലമുകളിലെ ക്രിസ്മസ് ആഘോഷം ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ക്രിസ്മസ് ആഘോഷമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. Krismas ke jong oi men chipang las ngau du jingkerman nama uslap ulahap kuma ong ka ketien ublai ma hisen ba uslap uhap ka de jingkerku ti pa pun si bakut amen prajisu baha hakan kapor. മേഘാലയയിലെ ഉംതങ്ങം വില്ലേജിലെ ഒരു ക്രിസ്മസ് ആഘോഷമാണ്. ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ക്രിസ്ത്യൻ കത്തോലിക്കരാണ്. അതുകൊണ്ട് ഇവരുടെ ആഘോഷങ്ങൾ ഒന്നിച്ചാണ്. ക്രിസ്മസിന് ആഘോഷത്തിന് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നുള്ള ഉച്ചഭക്ഷണത്തിനുള്ള ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഐറ്റംസ് കൊണ്ടുവരണം. എന്നാൽ കറി ഐറ്റംസ് എല്ലാം ഈ ഗ്രാമത്തിൽ നിന്ന് നൽകും. അതായത് ഒരു 3-5 പന്നികളെ കൊന്ന് അവ കറി വെച്ച് എല്ലാവരും അവരവരുടെ ഡ്യൂട്ടികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് എല്ലാവരും അവിടെ വരുന്നു. അവർ ഒന്നിച്ച് ഒരു മലമുകളിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണിത്. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി വന്ന് അതിൽ നിയോഗിക്കപ്പെട്ടവർ ഓരോ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയുമായി അത് ഡിവൈഡ് ചെയ്ത് ഓരോ കുടുംബത്തിനുള്ള കറി അവിടെ നൽകും. എല്ലാവരും ഒരു കുടുംബമായി ഈ ഗ്രൗണ്ടിലിരുന്ന് ഭക്ഷണം കഴിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലെ പൈസയുള്ളവനോ ഇല്ലാത്തവനോ വ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ അന്ന് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തിരിക്കണം. ഒരു വർഷത്തിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ കുറഞ്ഞത് 2 മാസം മുമ്പെയെങ്കിലും വില്ലേജ് സമിതിയെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നിയമം. വിചിത്രമായ പല നിയമങ്ങളുണ്ടെങ്കിൽ തന്നെ ഇവരുടെ ഈ ആഘോഷങ്ങളിൽ വളരെ ശക്തമായി എല്ലാവരും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഈ പരിപാടികൾ ഒരു കുടുംബമായി അവർ ആഘോഷിക്കുന്നു. ഇന്ന് ക്രിസ്മസിൻ്റെ ആശയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വളരെ വ്യത്യസ്തമായി നടക്കുന്ന ഒരു പരിപാടികളിലൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ കാണാം, ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ലിസ്റ്റ് നോക്കുന്നു. കുടുംബത്തിൽ എത്ര പേരുണ്ടെന്ന് പറയുന്നു. അതിനനുസരിച്ചുള്ള കറി അവിടെ നൽകും. അപ്പോൾ ആ കറിയിൽ ഈ വീട്ടിൽ 2 അപ്പോൾ 2 കപ്പ് നിറച്ച് പന്നിയിറച്ചിയാണ് നൽകുന്നത്. അതുപോലെ തന്നെ അടുത്ത ആൾ വന്നിട്ട് അതിൻ്റെ സൂപ്പ്, അതിൻ്റെ പച്ചക്കറി പീസുകൾ, അങ്ങനെ എല്ലാം ഒരു 3-4 ഐറ്റം നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും. അപ്പോൾ ആ പറയുന്ന എണ്ണത്തിനനുസരിച്ച് ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവർക്ക് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് 5-6 പേർക്ക് കഴിക്കാൻ സാധിക്കും. നമ്മളെപ്പോലെയൊന്നുമല്ല, ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ അധികം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ കഠിനാധ്വാനികളാണ്. രാവിലെ 4-5 മണിക്ക് കൃഷി തുടങ്ങിയാൽ ഏതാണ്ട് 6-7 മണി വരെ പണിയെടുക്കുന്ന അത്രയും ആരോഗ്യമുള്ള ശാരീരിക ബലമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഭക്ഷണം കൂടുതൽ കഴിക്കും. ഇത് പച്ചക്കറികൾ മാത്രമുള്ള നമ്മളുടെ പോലെ വിഷപദാർത്ഥങ്ങളുള്ളതല്ല. ഇവിടെ നാച്ചുറലായി ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുന്ന ഓർഗാനിക്സ് വെജിറ്റബിൾ കൊണ്ടുള്ള കറികളാണ് അല്ലെങ്കിൽ പച്ചക്കറികളാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നത്. കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പന്നിയിറച്ചി. ഇവിടുത്തെ പ്രധാനമായി പന്നിയിറച്ചിയാണ് കിട്ടുന്നത്. അധികം മസാലകളൊന്നുമില്ല. അതുകൊണ്ട് കുക്കറി ചാനലുകളൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പന്നിയിറച്ചി വെക്കാനായിട്ട് ആർക്കും ഈസി ആയിട്ട് വെക്കാവുന്ന രീതിയിലാണ് എല്ലാവരും ഒന്നിച്ച്, വിളമ്പുകാരും ഭക്ഷണം കഴിക്കുന്നവരും കമ്മിറ്റിയും എല്ലാം. ഇവിടെ കമ്മിറ്റിക്ക് പ്രത്യേകമായ ഒന്നുമില്ല. കൂട്ടത്തിലെ ഒരു ഭാഗം മാത്രമാണ് കമ്മിറ്റി.
അതുപോലെ തന്നെ ഭക്ഷണം കഴിയുമ്പോൾ എല്ലാവരും അവരവരുടെ ഭക്ഷണവും പാത്രങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ഇത് കാണാം, ഇവരവർ ഭക്ഷണം കഴിഞ്ഞു, അവർ തിരിച്ചു പോവുകയാണ്. മുതുകത്ത് ഒരു കൊട്ട, ആ കൊട്ടയിലാണ് പാത്രങ്ങളുള്ളത്. ഇതിനുശേഷം തുടങ്ങുന്ന ഒരു കലാപരിപാടിയാണ്. മുളയുടെ അറ്റത്ത് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, കുറച്ചധികം പൈസ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്കുള്ളൊരു വിനോദമാണ്. പന്നിയുടെ നെയ് അതിൽ പുരട്ടും, എണ്ണയൊന്നുമല്ല, പന്നിയുടെ നെയ് പുരട്ടും. എന്നിട്ട് അത് കീറിയെടുക്കുന്നവർക്ക് ആ പൈസ ലഭിക്കും. അതിന് പ്രത്യേക നിയമങ്ങളോ അല്ലെങ്കിൽ ആരും കൺട്രോൾ ചെയ്യാനൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആര് കയറുന്നോ അവർക്ക് എടുക്കാം. ചിലപ്പോൾ ഒരു ആദ്യത്തെ റൗണ്ടിൽ ഒറ്റയ്ക്ക് കയറാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ 2-3 പേരൊക്കെ വെച്ച് കയറാൻ ശ്രമിക്കും. ഇത് മറ്റൊരു കുട്ടികളെ രസം പിടിപ്പിക്കുന്ന മിഠായി എറിയുകയാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ട് ഇന്നിപ്പോൾ അങ്ങനെ കാണാൻ സാധ്യത കുറവാണ്. എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്ന ഒരു വേദിയാണ്. എല്ലാവരും അവരുടെ വീട്ടിലെ അല്ലെങ്കിൽ ഗ്രാമത്തിലെ ആഘോഷങ്ങൾ. നമ്മുടെ ഒരു കൂട്ടുകാരൻ പയ്യൻ കയറുകയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ 1-2 പേർക്ക് താഴെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ശ്രമിക്കുന്നുണ്ടെങ്കിലും മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ആരോ ഒരു ചാക്ക് കൊടുത്തിട്ടുണ്ട് എണ്ണ തുടച്ച് കളയാൻ. പക്ഷേ ഇത് പന്നിയുടെ നെയ്യ് ആയതുകൊണ്ട് അങ്ങനെ ചാക്ക് കൊണ്ട് തുടച്ചാലൊന്നും പോകില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഏതാണ്ട് 2 മണിയായി. അപ്പോൾ 5-6 മണി വരെ ഒക്കെ സമയമുണ്ട്. അപ്പോൾ കയറുന്നവർക്ക് എടുക്കാം. പലരും ശ്രമിക്കും. എന്തായാലും ഇവർ പരാജയപ്പെട്ടു പോകില്ല. കാരണം മുളയുമായിട്ടുള്ള ഇവരേക്ക് വളരെ ഈസി ആയിട്ട് കയറുന്ന ആളുകളായതുകൊണ്ടാണ് പന്നിയുടെ നെയ്യ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കട കാണാം, സഞ്ചരിക്കുന്ന കട. അവർ മുറുക്കാനാണ് അധികവും സെയിൽ ചെയ്യുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകളുമായി ഞാൻ വരുന്നുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.